الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്തിനെ വെച്ചുകൊണ്ടാണ് ലോകത്ത് ചരിത്രം നിർമ്മിച്ചത്. നുബുവത്ത് ചരിത്രത്തിന്റെ ഭാഗമാക്കിയില്ല. അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് തർബിയത്തിന് വേണ്ടിയിട്ടായിരുന്നു നബിമാരെ നിയോഗിച്ചത്. ഇസ്ലാമിക ചരിത്രം ചൂടുപിടിക്കുന്നത് തൗഹീദ് ചർച്ച ചെയ്യുമ്പോഴാണ്. തൗഹീദിന്റെ ചർച്ച ഉലൂഹിയത്തിന്റെ ചർച്ചയിലാണ്. റുബൂബിയത്തിന്റെ കാര്യത്തിൽ ലോകത്ത് മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മതങ്ങൾക്കിടയിലോ മതജാതി വിഭാഗങ്ങൾക്കിടയിലോ അള്ളാഹു റബ്ബാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഒരു കാലത്തുണ്ടായിട്ടുമില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം അവരാരും റബ്ബിനെ നിഷേധിച്ചവരായിരുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് അംഗീകരിച്ചവരായിരുന്നു. പക്ഷെ ഉലൂഹിയത്ത് അല്ലാഹ്ക്ക് മാത്രമേ ആകാവൂ എന്ന വിഷയത്തിലായിരുന്നു തർക്കം. ആ തർക്കം പരിഹരിക്കാനാണ് അല്ലാഹു റസൂലുകളെ നിയോഗിച്ചത്. നാം അത് ആവർത്തിച്ച് പറയുന്ന വിഷയമാണ്. അതെ, അത് നമ്മൾ പഠിച്ചേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒന്നും മനസ്സിലാവുകയില്ല. നാം ഇങ്ങനെ ഒരു കാറ്റിന് ഇങ്ങനെ പോകും എന്നതിൽ കവിഞ്ഞ്, ഒരു മാമൂൽ സാമ്പ്രദായികമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും എന്നതിൽ കവിഞ്ഞ്
ഒരു തെരഞ്ഞെടുപ്പിലൂടെ ദീനുൽ ഇസ്ലാം നാം ഉൾക്കൊള്ളുന്നവരാകുകയില്ല. ഞാൻ ദീനുൽ ഇസ്ലാമിനെ തൃപ്തിപ്പെടുന്നു. റദീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒബിൽ ഇസ്ലാമി ദീന, എൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സകല വിഷയത്തിലും ഇടപെടാൻ യോഗ്യതയുള്ളൊരു വ്യവസ്ഥിതി ദീനുൽ ഇസ്ലാം മാത്രമാണെന്ന കാര്യം ഞാൻ പൂർണ്ണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല, ആ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് മാർഗം കാണിച്ചു തരാൻ, എനിക്ക് രൂപരേഖ ഉണ്ടാക്കി തരാൻ, അതിന്റെ മെത്തഡോളജി എന്നെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ആ കാര്യവും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ 3 പ്രതിജ്ഞകൾ പ്രാവർത്തികമാക്കുന്നതിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. ഈ 3 പ്രതിജ്ഞയുമായി നമുക്കെന്താണ് ബന്ധം എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇസ്ലാമുമായിട്ട് നമുക്കെന്താണ് ബന്ധം എന്നതിനെ പറ്റി നാം പൂർണ്ണമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് റിസാലത്തിന്റെ പദവി അഡീഷണൽ ആയിട്ട് കൊടുത്തത് ആ കാലഘട്ടത്തിലെ ജനം അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാതെ വരുമ്പോഴാണ്. അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ ഈ കാലഘട്ടത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. പഴയകാല മതമായ ദ്രാവിഡ മത സമൂഹം അവർക്ക് റബ്ബ് അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള ഇടയാളുകളാണ് ദേവീദേവന്മാർ. ആര്യ സമൂഹം അതും പഴയകാല മതമാണ്. അവർക്കും റബ്ബ് അല്ലാഹുവാണ്. അവർ അതിന് ദൈവം എന്നാണ് പറയുക. ആ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇടയാളുകളാണ് അവർക്ക് മഹാന്മാരും മഹതിമാരും ദേവിമാരും ദേവന്മാരും. ദേവിമാർക്കും ദേവന്മാർക്കും അവർ അള്ളാഹുവിന്റെ പദവി കൊടുക്കുന്നില്ല. ഒരു ദ്രാവിഡനോ ആര്യനോ ആയ മതക്കാരനോട് ആരാണ് നിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് കൈ കൂട്ടിയിട്ട് എല്ലാം ഉടയവൻ എന്നാണ് അവൻ പറയുക. നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളായാലും അങ്ങനെ പറയാറുള്ളൂ. എല്ലാം എനിക്ക് ഗുരുവായൂരിൽ നിന്നാണ് ശരിയാകുന്നത്, എല്ലാം എനിക്ക് ശബരിമലയിൽ നിന്നാണ് ശരിയാകുന്നത് എന്നൊരിക്കലും ഹിന്ദു മതക്കാരൻ പറയുകയില്ല. അയാളെ പേഴ്സണൽ കാര്യം അള്ളാഹുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്? ആ അള്ളാഹുമായിട്ട് ബന്ധപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിത്തരാനുള്ള ഇടയാളുകളായിട്ടാണ് ഞാൻ അയ്യപ്പനെയും മുത്തപ്പനെയും കാണുന്നത്. ഇത് വളരെ കൃത്യമാണ്. എല്ലാ കാലഘട്ടത്തിലും 7000 കൊല്ലം മുമ്പ് നൂഹ് നബിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. 1400 കൊല്ലം മുമ്പ് ഖുറൈശികളും അങ്ങനെ തന്നെയാണ്. ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഇവിടെ അള്ളാഹു റബ്ബാണ് എന്ന് പഠിപ്പിക്കാൻ റസൂലിന്റെ ആവശ്യമില്ല, നബിന്റെ ആവശ്യം ഉണ്ടായാൽ മതി. അത് അല്ലാഹു തആല മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധിപ്പിച്ചതാണ്. ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹ, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ നിർമ്മാണവുമായിട്ട് അള്ളാഹു അവന്റെ ഉൽപ്പത്തിയുമായിട്ട് അള്ളാഹു ബന്ധിപ്പിച്ച വിഷയമാണ് എല്ലാം അള്ളാഹുവാണ് എന്ന കാര്യം. ആ പരിശുദ്ധമായ സിദ്ധാന്തം മനുഷ്യന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിലൂടെ ആദർശത്തിലൂടെ കിട്ടുന്നതല്ല, അത് ജന്മത്തിലൂടെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത് ഓരോ മനുഷ്യനും ജന്മനാ മുസ്ലിമാണ് എന്ന്. ജന്മനാ മുസ്ലിമാണ് ഓരോ മനുഷ്യനും. ജന്മനാ മതക്കാരനായിട്ടല്ല ജനിക്കുന്നത് എന്ന് നാം പറയുന്നത് കൊണ്ടാണ്. അവൻ ജനിക്കുന്നത് ഇസ്ലാമിലാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹു റബ്ബാണ് എന്ന കലിമ ആകാശലോകത്ത് പറഞ്ഞ് അവന്റെ ശരീരത്തിൽ നിക്ഷേപിച്ച റൂഹ് അത് ഏറ്റുവാങ്ങിയിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായ സ്വഭാവം മനുഷ്യനെ മാറ്റാൻ കഴിയില്ല. അള്ളാഹുവാണ് റബ്ബ് എന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അതൊരിക്കലും ഒരു നിരീശ്വരവാദി പോലും ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ എല്ലാം ദൈവം തമ്പുരാൻ എന്ന് പറയുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നിരീശ്വര മതവാദക്കാരുമായി ബന്ധപ്പെട്ട വയസ്സുള്ള ആൾക്കാർ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ എല്ലാം ദൈവത്തിന്റെ നിശ്ചയം പോലെ എന്ന് പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നാം അത് മിമ്പറിൽ നിന്ന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ വർത്തമാന കാലഘട്ടത്തിൽ അത് പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ടാണ് നിരീശ്വരവാദിന്റെ വായിൽ പോലും എല്ലാം പടച്ചവൻ എന്നുള്ള വാക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂതമതക്കാരനെ പറ്റി ആലോചിച്ച് നോക്കിയാൽ ബനു ഇസ്രായേലിൽ നിന്ന് ഇസ്ലാമിനെ ഒഴിവാക്കി തെറ്റിപ്പിരിഞ്ഞു പോയ മതക്കാരാണ് ജൂതമതക്കാർ. ബനു ഇസ്രായേൽ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ ബനു ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ആദർശപരമായി തെറ്റിപ്പോയവരാണ് ജൂതന്മാർ. അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവരാണ്. അതേ സമയത്തിൽ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഇടയാള ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവര് ഉസൈർ പ്രവാചകൻ അള്ളാന്റെ മകനാണെന്ന് പറഞ്ഞത്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഖാലത്തിൽ യഹൂദു ഉസൈറു ബിനുല്ലാഹ്. ജൂതന്മാര് വാദിച്ചു ഉസൈർ അള്ളാന്റെ മകനാണ് എന്ന്. അള്ളാഹുവിന്റെ മകനിലൂടെ അള്ളാഹുവിലേക്ക് പോയാലാണ് കാര്യങ്ങൾ നേടാൻ എളുപ്പത്തിൽ കഴിയുക എന്ന വിശ്വാസം. അതുകൊണ്ട് അവര് കാഫിറായി. അള്ളാഹ് നിഷേധിച്ചത് കൊണ്ടല്ല അവർ കാഫിറായത്.
അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ നിഷേധിച്ചത് കൊണ്ടല്ല അവർ കാഫിറായത്. അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയാളുകൾ വേണം. അതിന് ഇന്ന ആളാണ് ഇടയാള് എന്ന് പുരോഹിതന്മാര് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവരെ കാഫിർ എന്ന് അള്ളാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് ബനൂ ഇസ്രായേലിന് കേൾക്കുമ്പോഴെല്ലാം കാഫിറുകളാണ് എന്ന തെറ്റിദ്ധാരണ വന്നു പോകരുത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതി ഇസ്ഹാഖ് നബിന്റെ മകൻ യാക്കൂബിന്റെ മക്കൾക്കാണ് ബനൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 മക്കളുണ്ട്. അതിലൊരാളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇവരെല്ലാം പിന്നീട് മുസ്ലിമായി. ഈ 12 പേരാണ് പിന്നീട് ഫലസ്തീൻ ഭരിക്കുന്നത്. ഉപ്പുപ്പ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ് ഫലസ്തീനിലെ പള്ളി. ഈ 12 മക്കളും കുടുംബവുമാണ് അത് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെയാണ് അല്ലാഹു തആല ബനൂ ഇസ്രായേൽ, യാക്കൂബിന്റെ മക്കൾ എന്ന് അഭിസംബോധന ചെയ്തത്. അവരെ ബഹുമാനിച്ചിട്ടാണ് അല്ലാഹു തആല അത് പറഞ്ഞത്, ബനൂ ഇസ്രായേലിനെ. അതിൽ നിന്ന് അല്ലാഹു തആല വെറുത്തത് ജൂതന്മാരെ. പിന്നീട് വന്നത് ആ പാരമ്പര്യത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം റിസാലത്തിന്റെ പ്രബോധകനാണ്, ഉലൂഹിയത്തിന്റെ പ്രബോധകനാണ്, നബിയാണ്. അതെ, ആ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാനും ഇടയാള ആവശ്യമുണ്ട് എന്ന് പറയുന്നവർക്ക് അത് തിരുത്തി കൊടുക്കാനുമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അവസാനം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അനുയായികൾ ഈസാ നബിയെ ഇടയാളാക്കി. എപ്പോഴാക്കിയത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോയ ഉടനെ തന്നെ ക്രിസ്തുമതം ഉണ്ടായോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോയിട്ട് 300 കൊല്ലം കഴിഞ്ഞിട്ടില്ലേ ക്രിസ്തുമതം ഉണ്ടാകുമ്പോൾ? സെന്റ് പോൾ അല്ലേ ക്രിസ്തുമതം ഉണ്ടാക്കിയത്? ക്രിസ്തുമതത്തിന്റെ പുരോഹിതനും പണ്ഡിതനുമായ സെന്റ് പോൾ അല്ലേ അള്ളാഹുമായി ബന്ധപ്പെടണമെങ്കിൽ നമുക്ക് ഇടയാള് വേണം, അത് ഏറ്റവും നല്ലത് ഈസയെ അള്ളാഹുവിന്റെ മകനാക്കലാണെന്ന് പറഞ്ഞിട്ട് വാദമുണ്ടാക്കിയത്. അങ്ങനെയല്ലേ ക്രിസ്തുമതം ഉണ്ടാകുന്നത്? അതിൽ അള്ളാഹു തആല പറഞ്ഞത് കാലത്തിൽ നസ്വാറ ഈസ ബിൻ മസീഹ് ബിനുല്ലാഹ്, നസ്വാറാക്കൾ പറഞ്ഞു, ക്രിസ്ത്യാനികൾ പറഞ്ഞു മസീഹ് ഈസ മസീഹ് അള്ളാഹുവിന്റെ മകനാണ് എന്ന്. അവര് കാഫിറായി. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ വന്നവരെല്ലാം കാഫിരീങ്ങളാണെന്ന് മുദ്ര കുത്തുമ്പോൾ അതിന്റെ അടിസ്ഥാനവും കൂടി പഠിച്ചിരിക്കണം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉസൈറിനെ മകനാക്കുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് മുസ്ലിമീങ്ങളാ ബനൂ ഇസ്രായേലുകൾ. അവിടെ ആസ്ഥാനം മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സയുമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് 200-300 കൊല്ലത്തിന് ശേഷമാണ് ഇടയാള സിദ്ധാന്തവുമായിട്ട് പുരോഹിതന്മാര് വന്നത്. അങ്ങനെയാണ് ക്രിസ്തുമതം ഉണ്ടാകുന്നത്. ഒരു വിഭാഗം യേശുവിനെ ക്രൂശിച്ചു എന്നും പറഞ്ഞിട്ട് ആ ക്രൂശിക്കപ്പെട്ട കുരിശിനെ ഇടയാളാക്കി, ഇടയാള വസ്തുക്കളാക്കി, വസനാക്കി. ഈസാ നബിയെ സനമാക്കി, കുരിശിനെ വസനാക്കി. എന്താണ് ഈ സനവും വസനും തമ്മിലെ വ്യത്യാസം? സനം എല്ലാവരും നമ്മളെ ഒറ്റയടിക്കെല്ലാം ബിംബങ്ങൾ മലയാളത്തിൽ അർത്ഥം വെക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഈ കാണുന്ന ബിംബങ്ങളെ ആരാധിക്കുന്നോ മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയെല്ലാം ആൾക്കാരാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു. സനം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാന്മാരുടെയോ, അത് ജിന്നാവാം, മലക്കാവാം, മറ്റേതെങ്കിലും പ്രതീകങ്ങളാവാം. ആ മരിച്ചുപോയ അല്ലെങ്കിൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ തനി രൂപം മറ്റൊരു രൂപത്തിൽ ഉണ്ടാക്കുന്നതിനാണ് സനം എന്ന് പറയുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രൂപം മരം കൊണ്ടോ കല്ലുകൊണ്ടോ മറ്റോ ഉണ്ടാക്കി അതിനെ പൂജിക്കുമ്പോൾ അത് സനമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സനമുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് വസനുണ്ടാക്കി. വസൻ എന്ന് പറഞ്ഞാൽ പ്രതീകം. ആ മരിച്ചുപോയ മഹാന്റെ പേരിൽ എന്തെങ്കിലും ഒരു അംശം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന രീതി. ഒന്നിക്കിന് മരിച്ചുപോയ മഹാൻ കിടന്നുറങ്ങിയ സ്ഥലം, ആ സ്ഥലത്തിന് മഹത്വം. അല്ലെങ്കിൽ അദ്ദേഹം ധരിച്ച വസ്ത്രം, ആ വസ്ത്രത്തിന് മഹത്വം. അല്ലെങ്കിൽ അദ്ദേഹം ധരിച്ച ചെരുപ്പ്, ആ ചെരുപ്പിന് മഹത്വം. അല്ലെങ്കിൽ അദ്ദേഹം നടന്നുപോയ വഴി, അല്ലെങ്കിൽ അദ്ദേഹം കാറ്റുകൊള്ളാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന മരം, എന്നിത്യാദി വിഷയങ്ങളെ പ്രതീകങ്ങളാക്കിയ വസൻ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് എന്നാ പറഞ്ഞത്. വസനൻ യുഅബദ് ഇല്ല, ഒരിക്കലും മുഹമ്മദ് നബിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്ത് ആരാധിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ രീതിയിൽ ഈ ദീനുൽ ഇസ്ലാമിൽ ദഅവത്ത് നിലനിൽക്കും, തൗഹീദിന്റെ പ്രബോധനം നിലനിൽക്കും. പക്ഷെ വസന ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ ഖബരി, എന്റെ ഖബറിനെ നീ ആക്കിയേക്കല്ലേ അല്ലാഹ്, വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന പ്രതീകമാക്കിയേക്കല്ലേ അല്ലാഹ്. ഇപ്പം ആ ഖബറിന്റെ മുകളിലുള്ള പച്ചക്കുബ്ബയെ ആരാധിക്കുന്നവർ, മുനാരത്തെ ആരാധിക്കുന്നവർ, അതിനു ചുറ്റുമുള്ള തൂണിനെ ആരാധിക്കുന്നവർ, ചുമരിനെ ആരാധിക്കുന്നവർ, ഇതൊക്കെ വസനുകളാണ്. അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ നേരെ ചുവടെ ഫോട്ടോ എടുക്കാൻ കിട്ടാത്തത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ കിട്ടുകയും ചെയ്യുന്ന ആ കോലത്തെ അല്ലാഹു തആല മറച്ചറിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറല്ല നാം ഈ ദ്വാരത്തിലൂടെ കാണുന്നത്. ഖബറിന് വെളിയിൽ
പഴയ രാജാക്കന്മാര്, ഇറാഖിലെ അമവി രാജാക്കന്മാര് 4 ഭാഗത്തും കെട്ടിയ കോൺക്രീറ്റിന്റെ മതിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് 3 ഖബറുള്ളത്. ആ ഖബറ് സാധാരണ ഖബറ് പോലെ തന്നെയാണ്. ആ ഖബറ് കളച്ചു കൊണ്ടുപോകാൻ ജൂതന്മാരും മറ്റും പ്ലാൻ ഇട്ടപ്പോൾ അതിനെതിരായിട്ട് ഭരണകൂടം വളരെ കൃത്യമായി വെള്ളം കാണുന്നിടത്തോളം ഭൂമി കൊഴിച്ച് ആ ഭൂമിയിൽ നിന്ന് മതിൽ കെട്ടിപ്പൊക്കി അന്നത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് ഭയങ്കരമായ കോൺക്രീറ്റ് ഉയർത്തി അതിന്റെ മേലെയും കോൺക്രീറ്റ് ചെയ്ത് ഖിയാമത്ത് നാൾ വരെ ആ 3 ഖബറ് കാണാൻ ലോകത്താരെ കൊണ്ടും പറ്റില്ല. ആ രീതിയിൽ അല്ലാഹു തആല അത് ബന്ദ് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്തു സിദ്ദീഖ പറഞ്ഞു, കാലത്ത് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന്റെ ദിവസം മുമ്പ് തന്നെ ദുആ ചെയ്തൊരു ദുആ കേട്ടാ വിചാരിക്കും എന്തിനാണ് നബി തങ്ങൾ ഈ അവസാന സമയത്ത് ഇങ്ങനെ ഒരു ശാപപ്രാർത്ഥന നടത്തിയത്? വഫാത്താകാൻ വേണ്ടി കിടക്കുമ്പോൾ ശാപത്തിന്റെ വാക്ക് എന്തിനാണ് ഉപയോഗിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു യഹൂദ വന്നസ്വാറ, ജൂതനസാറക്കളെ അല്ലാഹു തൊലക്കട്ടെ, ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ നബിമാര് മരിച്ചപ്പോൾ അവർ അടക്കിയ ഖബറുകളെ ആരാധനാലയമാക്കിയവരാണ് അവർ. അതുകൊണ്ട് അല്ലാഹു അവരെ ശപിക്കട്ടെ. ആയിഷത്തു സിദ്ദീഖ ഇത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വഫാത്താകുന്ന നേരത്തെ ഒരു പ്രവാചകൻ ഒരാളെ ശപിക്കാവോ എന്നൊക്കെ യുക്തിവാദികൾ ചോദിച്ചേക്കാം. അതിന്റെ ഗൗരവമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അതിന്റെ ഗൗരവമാണ് റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ആയിഷത്തു സിദ്ദീഖന്റെ വീട്ടിന്റെ ഉള്ളിലാണ് അടക്കം ചെയ്തത്. അതെ, ആയിഷത്തു സിദ്ദീഖ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, ആ ഖബർ പുറത്തു വന്നു കഴിഞ്ഞാൽ ജനം അതിനെ ആരാധ്യ വസ്തുവാക്കി മാറ്റും, അതുകൊണ്ടാണ് എന്ന്. പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അതില്ലാതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ ആ ദുആയിലൂടെ കാണിച്ചത് എന്ന്. രണ്ടാമത്തത്, ലോകാവസാനം വരെ മഹാന്മാരുടെ ഖബറുമായിട്ട് ബന്ധപ്പെടുന്ന മനുഷ്യരെ തൊലയട്ടെ എന്നുള്ള റസൂൽ വഫാത്താകുന്ന സമയത്ത് വരെ ദുആ ചെയ്തതാണ്. ആ ദുആ ഫലിക്കലായിരിക്കാൻ തീർച്ച വല്ലാഹി സുമ്മ വല്ലാഹി ജാറത്തിന്റെ ആൾക്കാർക്കാണ് ആ ദുആ ഫലിക്കുക. ആ ലഅനത്തിന്റെ അഹ്ലുകാരി 3 മതത്തിലുമുണ്ട്, ഈ 5 മതത്തിലുമുണ്ട്. അല്ലാഹുവിന് പകരക്കാരെ ഉണ്ടാക്കിയവർ നൂഹ് നബിക്ക് ശേഷം അല്ലാഹുവിന് പകരക്കാരെ ഉണ്ടാക്കി, മഹാന്മാരെയും മഹതിമാരെയും പകരക്കാരുണ്ടാക്കി. ആര്യമതം, ദ്രാവിഡ മതം ഉണ്ടായി. ഇബ്രാഹിം നബിക്ക് ശേഷം പകരക്കാരെ ഉണ്ടാക്കി. അവർ ആര്യമതക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇറാനിലെ മതക്കാർ, റോമൻ മതക്കാർ, പേർഷ്യൻ മതക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഉസൈറിനെ ഇടയാളാക്കിക്കൊണ്ട് ജൂതമതം ഉണ്ടാക്കി. അവർക്കും ഈ ശാപം ബാധകമാണ്. മുൻപിൻ കഴിഞ്ഞുപോയ സകല ഖബറാരാധകന്മാർക്കും ബാധകമായ ഒരു ദുആ ചെയ്തിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് നാം പറയുന്നത്. ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് നാം പറയുന്നത്. അത് ഉൾക്കൊണ്ടേ പറ്റൂ. വല്ലാഹി, ലോകത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ അവര് ജാറങ്ങളിൽ നിന്ന് മോചിതരായേ പറ്റൂ. ഇല്ലേ അല്ലാഹു തആല ലാലിമീങ്ങളായ ഭരണകൂടത്തെ കൊണ്ട് ഈ ഉമ്മത്തിനെ തൊലക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും വാഴ്ദയാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം അല്ലാഹുവിന്റെ ആളുകൾ വേണമെന്ന് പറഞ്ഞ് ശീഈ മതമുണ്ടായി. അങ്ങനെ മതങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ റിസാലത്തിനെ നിഷേധിച്ചുകൊണ്ട് ദ്രാവിഡ മതം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ റിസാലത്തിനെ നിഷേധിച്ചുകൊണ്ട് ആര്യമതം, ബഹുമാനപ്പെട്ട മൂസ നബിയുടെ റിസാലത്തിനെ നിഷേധിച്ചുകൊണ്ട് ജൂതമതം, ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ റിസാലത്തിനെ നിഷേധിച്ചുകൊണ്ട് ക്രിസ്തുമതം, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്തിനെ നിഷേധിച്ചുകൊണ്ട് ശീഈ മതം. മുഹമ്മദ് മുസ്തഫക്ക് ശേഷം നബിയും റസൂലും ഇല്ലാത്തത് കൊണ്ടല്ലേ കൂട്ടരെ ശീഈ മതക്കാരെ പ്രത്യേക മതക്കാരായിട്ട് നമുക്ക് ഖുർആൻ ഗ്രന്ഥത്തിലൂടെ ചർച്ച ചെയ്യാതിരുന്നത്? അഷ്റഫുൽ ഖൽഖിന് ശേഷം ഇനി കിതാബില്ല, ഖുർആന് ശേഷം ഒരു കിതാബില്ല. ഇനി ആ കിതാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പിന്നിൽ വരുന്നവരുമായിട്ട് ബന്ധിപ്പിച്ചുകൊള്ളണം. റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിൽ റസൂലുള്ളാഹി തങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത് ചെയ്തത്, അത് പിറകെ വരുന്ന സംഭവങ്ങൾ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നാം മനസ്സിലാക്കിക്കൊള്ളണം. നേരെ മറിച്ച് ഖുർആന് ശേഷം ഒരു ഖുർആൻ ഇറങ്ങുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഷിയാക്കളായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രതിപാദ്യ വിഷയം. നസാറാക്കളെക്കാൾ, ജൂതന്മാരെക്കാൾ, മജൂസികളെക്കാൾ, സാബിയങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇവിടുത്തെ ഖബറാരാധകന്മാരായ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ശീഈ വിഭാഗത്തെ പറ്റിയായിരിക്കും കുഫ്റിന്റെ ലിസ്റ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാകുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, അത് തന്നെയാണ് ദഅവത്തിന്റെ ഉത്തരവാദിത്തം. തൗഹീദി പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തം എല്ലാ കാലഘട്ടത്തിലും അതാണ്. അഷ്റഫുൽ ഖൽഖിന്റെ പ്രവാചകത്വം, അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിന് ശേഷം ഈ ഉമ്മത്തിൽ നിന്ന് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്.
ഒരു ഉത്തമ സമുദായം നിങ്ങളെ കൂട്ടത്തിൽ നിന്നുണ്ടാകും. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്, ഒരു ഉത്തമ സമുദായമാണ്, ഒരു പൂർണ്ണമായും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സമുദായമാണ് നിങ്ങൾ. എന്താണ് നിങ്ങളുടെ മെയിൻ ഉത്തരവാദിത്തം? തഅ്മുറൂന ബിൽ മഅറൂഫ്, അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങളോട് ഉപദേശിക്കുന്നവരാണ് നിങ്ങൾ. വതൻഹൗന അനിൽ മുൻകർ, ജാറത്തിൽ പോകാൻ പാടില്ല എന്ന് ജനങ്ങളോട് നിരോധിക്കുന്നവരാണ് നിങ്ങൾ. വതുഅ്മിനൂന ബില്ലാഹ്, ഈ വിഷയം നിങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നവരും ആണ്. അവരാണ് ഉത്തമ സമുദായം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തമ സമുദായം എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവരെയാണ്. ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ നിയോഗിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും റിസാലത്തിന്റെ തസ്തിക ഉപയോഗിച്ചുകൊണ്ട് ശിർക്കിനെതിരെ അഥവാ ഉലൂഹിയത്തിന്റെ വിശ്വാസത്തെ ഗണ്ണിച്ച് ഇടയാളൽ സിദ്ധാന്തം ഇലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്തുകൊണ്ടായിരുന്നു ഖുറൈശികൾ ലാ ഇലാഹ പറയാതിരുന്നത്? ഇലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാറങ്ങളാണ്, ജാറത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന മഹാന്മാരാണ്. അത് ജിന്നുകളാവാം, അത് മനുഷ്യരാവാം, മറ്റ് പ്രേതങ്ങളാവാം, മറ്റേതെങ്കിലും ഭൂതങ്ങളാവാം, ഏതെങ്കിലും നബിയോ റസൂലോ ആവാം. എന്തായാലും ശരി, ഇലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ മഅബൂദ്, ഇടയാളുകൾ, അള്ളാഹുവിലേക്ക് ചെന്ന് ചേരാനുള്ള ഇടയാളുകൾ. ഇത് നന്നായിട്ട് ഖുറൈശി കൂട്ടത്തിന് അറിയാം, അബൂജഹലിന് അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോൾ അവർ കിബ്ർ കാണിക്കുമായിരുന്നു, എന്നിട്ട് ഓടുമായിരുന്നു. അവർ അതായത് ഖുറൈശികളെ പറ്റി അല്ലാഹ് പറഞ്ഞത് അവർ അഹങ്കരിച്ച് പിന്തിരിയുമായിരുന്നു. കാരണം എന്താണ് മുഹമ്മദ് നബി ഉദ്ദേശിക്കുന്നത് എന്ന് നന്നായിട്ട് ഖുറൈശികൾക്കറിയാം. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തുമാർക്ക് നന്നായിട്ട് അറിയാം ഈ പ്രസ്താവനയിലൂടെ എന്താണ് മുഹമ്മദ് നബി ഉദ്ദേശിക്കുന്നത് എന്ന്. അള്ളാഹു റബ്ബാണെന്നുള്ള കാര്യത്തിൽ ഖുറൈശികൾക്ക് സംശയമില്ല എന്നുള്ള കാര്യം ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ്. അവരോട് എന്ത് ചോദിച്ചാലും എല്ലാം അള്ളാഹുവാണ് എന്ത് ചോദിച്ചാലും അവർ പറയുമായിരുന്നു. പക്ഷെ ആ അള്ളാഹുവിനെ കിട്ടാൻ ഇടയാളുകൾ വേണം എന്ന വാദവുമാണ് അവർ മുശ്രിക്കുകളാക്കിയത്. മുസ്ലിം നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോക്കാത്തത് കൊണ്ടല്ല, അത് ഹജ്ജ് ചെയ്യാത്തത് കൊണ്ടല്ല, ഉംറ ചെയ്യാത്തത് കൊണ്ട്. ഖുറൈശികൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉംറക്ക് പോയിട്ടാണ് അത് തുടങ്ങുക. നായാട്ടിന് പോകുന്നുണ്ടെങ്കിൽ, വേട്ടക്ക് പോകുന്നുണ്ടെങ്കിൽ ഖുറൈശികൾ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കം അത് ഉംറ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാണ് അവർ വേട്ടക്ക് പോവുക. അവർ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടാണ് പോവുക. അബൂ താലിബിന്റെ നേതൃത്വത്തിൽ നിസ്കാരം നടക്കുന്നുണ്ടായിരുന്നു കഅബാലയത്തിൽ. ഇതെല്ലാം അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചുകൊണ്ടാണ്. പിന്നെന്താ അവർക്ക് പറ്റിയ കുഴപ്പം? ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുകയും അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ലാത്താ തങ്ങൾ വേണം, ഉസ്സാ തങ്ങൾ വേണം, അല്ലെങ്കിൽ ഇബ്രാഹിം തങ്ങൾ വേണം, ഇസ്മായിൽ തങ്ങൾ വേണം. അതുകൊണ്ട് ബിബറക്കത്തിഹിം വജാഹിഹിം വബറക്കത്തിഹിം എന്ന് പറഞ്ഞ് തവസ്സുൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഖുറൈശികളെ അള്ളാഹു കാഫിറാക്കിയതും മുശ്രിക്കാക്കിയതും. മാത്രമാണ് അള്ളാഹു കാഫിറാക്കിയതും മുശ്രിക്കാക്കിയതും. അത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നാം ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. വേറെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി, കിതാബിന്റെ അഹ്ലിലായ കാഫിരീങ്ങളായത്, വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളും. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ മുൻഫക്കീൻ ഹത്താ തഅതിയഹുൽ ബയ്യിന. അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല വിഷയത്തിലും. അവർ ഒന്നാമത്തെ വിഷയം എന്താ? ജൂതന്മാർക്കറിയാം മുഹമ്മദ് പ്രവാചകനായിട്ട് വരുന്നുണ്ട് എന്ന്, ക്രിസ്ത്യാനികൾക്കറിയാം മുഹമ്മദ് നബി പ്രവാചകനായിട്ട് വരുന്നുണ്ട് എന്ന്, മക്കത്തെ മുശ്രിക്കീങ്ങൾക്കറിയാം മുഹമ്മദ് നബി പ്രവാചകനായിട്ട് വരുന്നുണ്ട് എന്ന്. ഇതൊക്കെ അവർക്ക് വളരെ കൃത്യമായി അറിയാം. പക്ഷെ ഏത് കാര്യത്തിലാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ആ വരുന്ന പ്രവാചകൻ മുഹമ്മദായി പോയി എന്ന കാര്യത്തിലാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടവരിൽ നിന്ന് കാഫിറായി പോയ ജൂതനസാറാക്കൾ, മജൂസികൾ, വൽ മുശ്രിക്കീന, അല്ലാഹുവിനോടൊപ്പം ഇടയാളുകൾ വേണമെന്ന് പറഞ്ഞ് മുശ്രിക്കീങ്ങളായി പോയവർ, ഈ പറയപ്പെട്ട കൂട്ടരെല്ലാം മുൻഫക്കീന ഐ മുതഫരിഖീന, ഭിന്നിച്ചിരിക്കുകയായിരുന്നു. ഏത് കാര്യത്തിലാണ് ഭിന്നിപ്പ് അവർക്ക്? വരുന്ന പ്രവാചകൻ ആരായിരിക്കും എന്ന കാര്യത്തിലാണ് ഭിന്നിപ്പ്. ജൂതന്മാര് പറഞ്ഞു ഞങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് വരിക, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് വരിക, മക്കത്തെ മുശ്രിക്കീങ്ങൾ പറയുന്നു ഖുറൈശി തറവാട്ടിലെ പ്രബലന്മാരുണ്ട് അവരിൽ നിന്നാ വരിക. ഇതിനു വേണ്ടിയിട്ട് ഉത്ബത്ത്, ശൈബത്ത്, വലീദ് ഇവരെല്ലാം കുപ്പായം തുന്നി കാത്തിരിക്കുകയായിരുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകൻ, ഉപ്പുപ്പ ദുആ ചെയ്ത പ്രവാചകൻ വരാനായി. അത് ഞാനായിരിക്കും എന്ന് ഖുറൈശികൾ പലരും വാദിക്കാനും തുടങ്ങി. അവരതിനു വേണ്ടി ഒരുങ്ങാനും തുടങ്ങി. ഹത്താ യഅതിയഹുൽ ബയ്യിന,
കൃത്യമായും ആ പ്രവാചകൻ തെളിവുമായിട്ട് വരുന്നത് വരെ ഞാനാണ് അവർ തർക്കിക്കുകയായിരുന്നു. ആ പ്രവാചകൻ വന്നപ്പോൾ അവരെല്ലാവരും ഒറ്റയടിക്ക് ആ പ്രവാചകനെ തള്ളുകയാണ് ചെയ്തത്. അതല്ലേ ഖുർആൻ സൂറത്തുൽ ബയ്യിന, വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്തുഹുൽ ബയ്യിന വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ്. തൗറാത്തും സബൂറും ഇഞ്ചീലും നൽകിയിരിക്കുന്ന ആ വിഭാഗം, ആ കുഫ്റിന്റെ അഹ്ലുകാര്, അവർ ഭിന്നിച്ചില്ല. ഏതുവരെ? മുഹമ്മദ് നബി പ്രവാചകനായിട്ട് വരുന്നത് വരെ. ഒരു പ്രവാചകൻ വരുമെന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവരെക്കാര്യത്തിൽ തർക്കിച്ചിരുന്നില്ല. പ്രവാചകൻ ഏതായാലും വരും, ഞങ്ങളാണ് കേമന്മാർ, ഞങ്ങളെയാണ് അല്ലാഹു ബഹുമാനിച്ചവർ. യാ ബനി ഇസ്രായീൽ, യാ ബനി ഇസ്രായീൽ, തീർച്ചയായിട്ടും ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ഓ യാക്കൂബിന്റെ മക്കളെ, ഇസ്ഹാക്കിന്റെ മക്കളെ, ഇബ്രാഹിമിന്റെ പേരക്കുട്ടികളെ, ഇസ്രായേലിന്റെ മക്കളെ, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് ഈ ദുനിയാവില്, നിങ്ങളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് ഈ ദുനിയാവില്, നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട്. വദ്കുറു നിഅമതി അല്ലതി, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്തെ നിങ്ങൾ ഓർക്കണം, നിങ്ങളത് മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത ആനുകൂല്യങ്ങൾ ചില്ലറയായിരുന്നില്ല. എണ്ണി പറഞ്ഞു ഖുർആൻ ഇസ്രായേലി സന്തതികൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങൾ. അതിൽ നിന്നുള്ള മുസ്ലിമീങ്ങളോടും പറഞ്ഞു അല്ലാഹ്, അതിൽ നിന്ന് കുഫ്റായിട്ട് തിരിഞ്ഞുപോയ ജൂതന്മാരോടും പറഞ്ഞു അല്ലാഹു തആല. എന്നിട്ടും അവര് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രവാചകനായിട്ട് വന്നപ്പോൾ അവർ ഭിന്നിക്കുകയാണ് ചെയ്തത്. അതുവരെയും അവർ ഭിന്നിച്ചിട്ടില്ല. വമാ തഫറഖു ഇല്ലാ മിൻ ഹത്താ തഅതിയഹുൽ ബയ്യിന. അവർ ഭിന്നിച്ചിട്ടില്ല. അവർക്ക് കൃത്യമായ തെളിവുമായിട്ട് മുഹമ്മദ് നബി വരുന്നത് വരെ. മുഹമ്മദ് നബി വന്നപ്പോൾ ജൂതന്മാർ പറഞ്ഞു അത് ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നില്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞു അത് ഞങ്ങളുടെ സമൂഹത്തിലായിരുന്നില്ല. ഖുറൈശികൾ പറഞ്ഞു ഖുറൈശി കൂട്ടത്തിലെ തറവാട്ടുകാരനായിരുന്നില്ല, യതീമായ മുഹമ്മദാണ്, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. അതല്ലേ സംഭവം? അല്ലേ? മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പൂർവികന്മാരുമായിട്ട് പിൻഗാമികളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദുൽഹജ്ജ് മാസത്തിനുള്ള പ്രത്യേകത അതായിരുന്നു എന്നും ഇബ്രാഹിം ഈ ചരിത്രത്തിലൂടെ അല്ലാഹു തആല ഒരു അധ്യായം പൂർത്തിയാക്കുകയായിരുന്നു എന്നും നാം പറഞ്ഞു. കഅബാലയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കുകയായിരുന്നു അല്ലാഹു തആല. അങ്ങനെ ഹജ്ജ് നിർവഹിക്കുകയും ഇബ്രാഹിമിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരു പാർട്ടായ ഇസ്മായിലി പാരമ്പര്യത്തെ കഅബാലയത്തിന്റെ പാറാവുകാരായി അല്ലാഹു നിശ്ചയിക്കുകയും ചെയ്തു. ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ദുൽഹജ്ജ് മാസം കഴിയലോടുകൂടി ആ അധ്യായം നാം അവിടെ നിർത്തുകയാണ്. അടുത്ത അധ്യായം മുഹറവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് മുഹറം? ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ മോനായ ഇസ്ഹാക്കിന്റെ പാരമ്പര്യത്തിൽ ഇസ്രായേലി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത ചരിത്രം അല്ലാഹു ആരംഭിക്കുന്നത്. അടുത്ത സംഭവം അല്ലാഹു ആരംഭിക്കുന്നത്. അടുത്ത ചരിത്രം വെറും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് അല്ലാഹു സാക്ഷിയാക്കി നിർത്തിയത് മുഹറം മാസത്തെയും മുഹറം 10 നോമ്പിനെയും ആണ്. ഇവിടെയാണ് നാം ചരിത്രം പറഞ്ഞു നിർത്തിയത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞു നിസ്കരിക്കാൻ അല്ലാഹു അനുവദിച്ചില്ല. ആദ്യകാലം 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ഏതാണ്ട് 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോയി. 55-ാമത്തെ 56, 54, 54.5 വയസ്സ് വരെയും കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞു നിസ്കരിക്കാൻ അല്ലാഹു അനുവാദം കൊടുത്തില്ല റസൂലുള്ളാഹി തങ്ങൾക്ക്. കാര്യം എന്തുകൊണ്ട്? കഅബ അല്ലാത്തത് കൊണ്ടാണോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതലേ കഅബാലയം ഖിബിലയായിരുന്നല്ലോ. കഅബാലയത്തിന്റെ നേരെയാണല്ലോ ഖുറൈശി സമൂഹം ഇസ്മായിലിന്റെ പാരമ്പര്യം തിരിഞ്ഞു നിസ്കരിച്ചുകൊണ്ടിരുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവാചകത്വത്തോടു കൂടിയല്ലേ ഇസ്രായേലി സമൂഹത്തോട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ കൽപ്പിച്ചത്. അങ്ങനെയല്ലേ 2 ഖിബില ഉണ്ടായത്. റസൂലുള്ളാഹി തങ്ങൾ ഇതിൽ ഏതാണ് തെരഞ്ഞെടുത്തത്? ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയാണ് റസൂലുള്ളാഹി തങ്ങൾ ഖിബിലയാക്കി തിരഞ്ഞെടുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന. റസൂലുള്ളാഹി ജീവിക്കുന്നവിടെയാണ്, മക്കയില്. റസൂലുള്ളാഹി തങ്ങൾ ഏത് പാരമ്പര്യത്തിലാണ്? ഇസ്മായിലി പാരമ്പര്യത്തില്. റസൂലുള്ളാഹി തങ്ങളുടെ നേതൃത്വമാണ് ഖുറൈശി നേതൃത്വം. അവർ ബഹുമാനമായി കാണുന്നത് കഅബാലയത്തെ, അവർ തിരിഞ്ഞു നിസ്കരിക്കുന്നത് കഅബാലയത്തിന്റെ നേരെ, അവർ പരിപാലിക്കുന്നത് കഅബാലയത്തെ, മസ്ജിദുൽ ഹറാമിനെ അവർ ഖുറൈശ് കൂട്ടം പരിപാലിക്കുന്നത്, അവർ ഉംറ ചെയ്യുന്നത് കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ട്, അവർ ഹജ്ജ് ചെയ്യുന്നത് കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ട്. ഈ ഖുറൈശി സമൂഹത്തിൽ ആർക്കും മസ്ജിദുൽ അഖ്സയുമായിട്ട് ബന്ധമില്ല. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് അഷ്റഫുൽ ഖൽഖ് മാത്രം മക്കയിൽ നിന്നുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന്റെ പിറകിലുള്ള ഒന്നാമത്തെ കാര്യം എന്താ? കഅബ റസൂലുള്ളാഹി തങ്ങൾ നബിയായി വരുന്ന കാലം മുതൽ
ഏതാണ്ട് മക്കം ഫത്ഹ് നടക്കുന്നത് വരെയും കഅബാലയത്തിന് ചുറ്റും ജാറങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഈ അഡ്ജസ്റ്റ്മെന്റ് സലഫിയത്ത് ശരിയാവില്ല. ജുമഅക്ക് സലഫി പള്ളിയിലും ബാക്കി നിസ്കരിക്കെല്ലാം ജാറപ്പള്ളിയിലും എങ്ങനെ ശരിയാകും? ജാറമുള്ള പള്ളിയിലേക്ക് ആ പള്ളിയുമായിട്ട് യാതൊരു ബന്ധവും മുഅ്മിനീങ്ങൾക്കില്ല. അത് പള്ളിയായിട്ട് പരിഗണിക്കുന്നേ ഇല്ല. പരിഗണിക്കുമായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് ഖിബ്ലയാക്കി അംഗീകരിക്കേണ്ടതായിരുന്നില്ലേ? റസൂലുള്ളാഹി തങ്ങൾ മക്കത്ത് താമസിക്കുന്ന 13 കൊല്ലവും ഖിബ്ലയാക്കിയിട്ടും കഅബാലയത്തെ പരിഗണിച്ചില്ലല്ലോ. എന്താ കാര്യം? ചുറ്റും 300 ചില്ലറ ജാറങ്ങളാണുള്ളത്. 300 ചില്ലറ ഇലാഹദറത്തി ബറക്കത്ത് ജാറുകളാണുള്ളത്. അതിന്റെ മുമ്പിലേക്ക് അവർ നിസ്കരിക്കുന്നതും കഅബാലയത്തിലേക്ക് തിരിഞ്ഞിട്ടാണ്. അള്ളാഹു പറഞ്ഞു, പ്രിയപ്പെട്ട പ്രവാചകൻ, അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കേണ്ട. ഏത് കാലം ഈ കഅബത്തിന്റെ മുമ്പിൽ നിന്ന് ജാറം ഒഴിവാക്കപ്പെടുന്നുവോ ആ സമയത്ത് ആലോചിക്കാം. അതുവരെ സഹിച്ചേ പറ്റൂ. അതേ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖായ മുത്തിന്റെ ആശ മുഴുവനും കഅബാലയം ഖിബ്ലയാക്കി കിട്ടണമെന്നായിരുന്നു. അതേ പൂർവിക ചരിത്രം അതാണ്. ഖുറൈശി പാരമ്പര്യത്തിൽ ഇസ്മായിലിൽ നിന്ന് ഇബ്രാഹിമിലേക്ക് പോകുന്നു. ഉപ്പുപ്പ ഇസ്മായിലും വല്യുപ്പ ഇബ്രാഹിമും കൂടി ഉണ്ടാക്കിയ ഭവനമാണത്. ഇബ്രാഹിമും ഇസ്മായിലും കൂടിയിട്ടാണ് കഅബാലയം നിർമ്മിച്ചതെന്നുള്ള കാര്യം വളരെ വ്യക്തവും സ്പഷ്ടവും ഖുർആന്റെ രേഖയുമാണ്. അതുകൊണ്ട് തന്നെ ആ പൂർവ്വപിതാക്കളുമായിട്ടുള്ള പാരമ്പര്യത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിൽ ചരിത്രരേഖ ശരിയാണെങ്കിൽ ആദമിന് വേണ്ടി അല്ലാഹ് നിർമ്മിച്ചു കൊടുത്തതും കഅബാലയം തന്നെയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, മാലോകർക്ക് വേണ്ടി ഇബാദത്തിന് അല്ലാഹു ആദ്യമായി നിർമ്മിച്ചത് കഅബാലയമാണ് എന്ന് ഖുർആൻ അല്ലേ? ബഹുമാനപ്പെട്ട ആദം ഹവ്വ ദമ്പതിമാര് തൗബ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തത് കഅബാലയമായിരുന്നു എന്നും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞാനും എന്റെ ഭാര്യയും കുരുത്തക്കേട് പ്രവർത്തിച്ചു പോയി, നിരോധിക്കപ്പെട്ട പഴം പറിച്ചു തിന്നുക വഴി നീ പുറത്തു തരുന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന് പരാതി പറയാൻ ദുആ ചെയ്യാൻ തെരഞ്ഞെടുത്തത് കഅബാലയത്തെ ആയിരുന്നു എന്നല്ലേ താരീഖിന്റെ മക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. فَتَلَقَّى آدَمُ مِنْ رَبِّهِ كَلِمَاتٍ فَتَابَ عَلَيْهِ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത വാചകമായിരുന്നു അത്. ആദമിന് ഇന്ന വാക്ക് പറ, അപ്പോ തൗബക്ക് വേണ്ടി. അങ്ങനെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത വാക്ക് ഏറ്റുപറയുകയാണ് ആദം നബി ചെയ്തത്. ഫതാബ അലൈഹി, അല്ലാഹു തആല ആദമിന്റെ തൗബ സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു തആല അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനും അങ്ങേയറ്റം കരുണയുള്ളവനും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിന്റെ മനസ്സിൽ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ള ഒരു ആഗ്രഹം ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്, മാനവകുലത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ആദം നബി തൊട്ട് ഇങ്ങോട്ടും ഇനി അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെയും ആ കഅബാലയമാണ് മാനവകുലത്തിന്റെ ആത്മാവിന്റെ ബന്ധം. എന്നിട്ടും അല്ലാഹു അനുവദിച്ചില്ല. എന്താ കാര്യം? ജാറങ്ങൾ ഉള്ളത് കൊണ്ട്. എന്താ കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ജാറുമായി ബന്ധപ്പെട്ട ഗൗരവം, അതിന്റെ കടുപ്പം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? അഷ്റഫുൽ ഖൽഖ് ഒറ്റക്ക് ഭൂരിപക്ഷം നോക്കണ്ട. ഭൂരിപക്ഷം നോക്കിയിട്ട് ജാറത്തിന്റെ ആൾക്കാർ ഷിയാക്കളുമായിട്ടൊരു സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ മെനക്കെടുന്നു. സെലഫികളടക്കം മുജാഹിദുകളടക്കം ഈ ഷീഈ വിഭാഗവുമായിട്ട് സൗഹൃദം, ആ സൗഹൃദം ആദർശപരമല്ല. ഒന്നിക്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിന് വേണ്ടി ആദർശമാണെങ്കിൽ ഒരു ബന്ധവും അവരുമായിട്ട് നടക്കുകയില്ല. മാനുഷിക ബന്ധം മാത്രം പരിഗണിക്കാം. നമ്മൾ പണ്ടേ പറയുന്നുണ്ടല്ലോ, അൽ ഇൻസാനിയ വൽ ഇസ്ലാമിയ, മാനുഷിക ബന്ധം പരിഗണിക്കാം. ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിടത്ത് ആദർശം നോക്കേണ്ടതില്ല. അയൽവക്കത്തുള്ളവൻ ജാറത്തിൽ പോയിട്ട് അൽഫാത്തിയ പറയുന്നവനാണ്, മറ്റവൻ ശബരിമലക്ക് പോകുന്നവനാണ്, മറ്റവൻ ഗുരുവായൂരത്തിനടുത്ത് പോകുന്നവനാണ്. ഇതൊന്നും നമ്മൾ അവന്റെ ആവശ്യം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്നതല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യ പൂർത്തീകരണത്തിന് സഹകരിക്കുന്നത് ആദർശം നോക്കിയിട്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണോ? അല്ലാഹു റഹ്മാൻ അല്ലേ? എന്താണ് റഹ്മാൻ എന്നുള്ള വാക്കിന്റെ മഅന? ഇവിടെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എല്ലാം ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹു എന്നല്ലേ റഹ്മാന്റെ ഭാഷ? മതം നോക്കാതെ, ജാതി നോക്കാതെ, വിശ്വാസം നോക്കാതെ. നമ്മൾ പലപ്പോഴും പറയുന്നു നിങ്ങളോട്, എന്തിനാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്? ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരുത്തിന്റെ മനസ്സിലേക്ക് കയറുന്നില്ല. വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിനെ കയറുന്നുള്ളൂ. എന്തുകൊണ്ട്? അങ്ങനെയാണ് ഹിദായത്തിന്റെ ലൈൻ. ബിസ്മി ചൊല്ലി കല്യാണം കഴിക്കുന്ന മുസ്ലിമിന് മക്കളെ കൊടുക്കുന്നതല്ല. യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനിക്ക് മക്കളെ കൊടുക്കുന്നതല്ല. ഉസൈറിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ജൂതന് മക്കളെ കൊടുക്കുന്നതല്ല. മമ്പർത്തങ്ങളെയും ഒരീശക്കങ്ങളെയും വിളിച്ച് കല്യാണം കഴിക്കുന്ന ഷീഈ മതക്കാരന് മക്കളെ കൊടുക്കുന്നവനല്ല. രാമനെയും അയ്യപ്പനെയും വിളിക്കുന്ന ഹിന്ദു മതക്കാരന് മക്കളെ കൊടുക്കുന്നവനല്ല. ഇവിടെ ഒന്നും ഇവൻ എന്ത് ആദർശമനുസരിച്ചാണ് കല്യാണം കഴിച്ചെന്നല്ല നോക്കുന്നില്ല. മക്കൾ എന്ന ആവശ്യത്തെ മാത്രമാണ് അല്ലാഹു പരിഗണിക്കുന്നത്. ഇതല്ലേ നമ്മുടെ അഖീദ?
ഇതെല്ലാം നമ്മുടെ അടിസ്ഥാനമാക്കിയതാണ്. എന്നിട്ടും നാം ആദർശപരമായിട്ടുള്ള സഹകരണം എന്തിന്റെ അടി വല്ലാഹി പറ്റുകയില്ല. വലാ ഉബറാ നിർബന്ധമായും സ്വീകരിച്ചേ പറ്റൂ. ഷിയാക്കളുമായിട്ട്, ഭൂരിപക്ഷ ഷിയാക്കളുമായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. ന്യൂനപക്ഷ ഖാദിയാനികളുമായിട്ടും ഒരു ബന്ധവും നമുക്കില്ല. ഈ രണ്ടു കൂട്ടരും ഷഹാദത്തിനെ ബാത്തിലാക്കിയ കാഫിറുകളോ മുശ്രിക്കുകളോ ആണ്. അതുകൊണ്ട് ആദർശപരമായ ഒരു സഹകരണവും അവരുമായിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ നിസ്കരിക്കുന്ന പ്രശ്നമില്ല, അവരുമായിട്ട് ഇബാദത്ത് പങ്കിടുന്ന പ്രശ്നമില്ല, അവരുമായിട്ട് നോമ്പോ പെരുന്നാളോ ആക്കുന്ന പ്രശ്നമില്ല. ഒരു കാര്യത്തിലും ആദർശത്തിന്റെ വിഷയത്തിൽ അവരെ സഹകരിപ്പിക്കുന്ന വിഷയമേ ഇല്ല. എന്തുകൊണ്ട്? അവർ പ്യൂർ മുശ്രിക്കുകളും കാഫിറുകളും ആണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്ക വിട്ടിട്ട് മദീനയിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അടുത്ത അധ്യായം തുടങ്ങുകയാണ്. അതെ, നേരത്തെ നാം പറഞ്ഞ ആലു ഇബ്രാഹിമിനെയും ആലു ഇമ്രാനെയും മുഹമ്മദ് മുസ്തഫ എന്ന പ്രിയപ്പെട്ട പ്രവാചകനെ കൊണ്ട് കണ്ണിചേർത്ത് ലോകത്തങ്ങോട്ട് ഒരേ ഒരു ആദർശം മാത്രമേ ഉള്ളൂ ലോകത്ത് എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീന തിരഞ്ഞെടുക്കുകയാണ്, യസ്രിബ് തിരഞ്ഞെടുക്കുകയാണ്, അഷ്റഫുൽ ഖൽഖായ മുത്തിനെ അങ്ങോട്ട് അയക്കുകയാണ്. തായിഫിലേക്ക് പോയില്ലേ റസൂലുള്ളാഹി തങ്ങൾ? എന്തേ തായിഫുകാരായി? തായിഫിനെ അല്ലാഹു തആല മദീനക്ക് പകരം തെരഞ്ഞെടുത്തില്ല. മക്കൾക്ക് വളരെ അടുത്തല്ലേ, നിങ്ങളുടെ കുടുംബക്കാരും അവിടെ ഇല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ മതിപ്പുമില്ലേ തായിഫില്? ഇല്ല. തായിഫിലേക്ക് തായിഫിനെ തെരഞ്ഞെടുക്കാതിരിക്കാൻ കാരണം എന്താണ്? ആലു ഇമ്രാനെ ആലു ഇബ്രാഹിമുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള തലമുറയിൽപ്പെട്ട ജൂത സമൂഹം അവിടെ ഇല്ല, തായിഫിലില്ല. ജൂത സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ചരിത്രത്തിന്റെ സന്നിവേശം നടക്കാൻ. യസ്രിബിലാണ്, അറബ് മിഡിൽ ഈസ്റ്റിൽ യസ്രിബിലാണ് അന്ന് ജൂതന്മാർ താമസിക്കുന്നത്. ആ യസ്രിബിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇജാസിന്റെ ഭാഗമായ ഇജാസിന്റെ മറ്റൊരു ഭാഗമായ യസ്രിബിലാണ് ജൂതന്മാര്. ഏതാണ്ട് 3000 കൊല്ലത്തോളമായി ഈ ജൂതന്മാർ അവിടെ താമസിക്കുകയാണ്. പണ്ട് ബാബിലോണിൽ നിന്ന് മുഖ്തുനസർ രാജാവ് ആട്ടിയോടിച്ച ജൂതന്മാരെ 2 വിഭാഗമാണ് സ്വീകരിച്ചത്. ഒന്ന് ഇന്നത്തെ ഇറാൻ ആവശ്യം ജൂതന്മാരാണ്. കാരണം ദജ്ജാൽ പുറപ്പെടുന്നത് ഇറാന്റെ പ്രവിശ്യയായ ഇസ്ബഹാനിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ തകരണം, അല്ല ഇസ്രായേൽ തകരണം, എന്നിട്ട് ജൂതന്മാര് ഇസ്ബഹാനിൽ കുടിയേറണം. ഇസ്ബഹാനിലും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റ് പ്രവിശ്യകളും അന്ന് ദജ്ജാല് വരുമ്പോൾ 75,000 ജൂതന്മാരുണ്ടാകും. അത് ഇസ്ബഹാൻ ജൂതന്മാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞവരുണ്ടാവണം. അങ്ങനെ ജൂത സമൂഹം ഇസ്രായേൽ വിട്ട് ഇസ്ബഹാനിൽ പോയിട്ട് താമസിക്കണം. അവർക്ക് ഇറാൻ അഭയം കൊടുക്കണം. അതോടുകൂടി ഫലസ്തീൻ പാരമ്പര്യമനുസരിച്ച് അഹ്ലുസുന്നയുടെ കയ്യിലേക്ക് വരണം. ആ വരവിന് ശേഷമായിരിക്കണം ഇമാം മഹ്ദി നേതൃത്വം കൊടുക്കേണ്ടത്. ചരിത്രമറിയാതെ ചാനലിന്റെ മുമ്പിൽ നിന്നിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. മുജാഹിദുകളടക്കം ചരിത്രം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ട്, അവിടെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും. അന്ന് എന്നെ ഭൂലോകത്തുള്ള മുഴുവൻ ആൾക്കാരും എന്നെ ക്രൂശിച്ചു. പക്ഷെ അവിടെ തന്നെ ഞാൻ തിരിഞ്ഞിപ്പോഴും നിൽക്കുന്നു. ഒരു കാരണവശാലും ഇറാന്റെ കയ്യിൽ ഫലസ്തീൻ വന്നുകൂടാ. കാരണം ഫലസ്തീൻ അഹ്ലുസുന്നക്ക് അവകാശപ്പെട്ടതാണ്, ഷിയാക്കൾക്ക് അവകാശപ്പെട്ടതല്ല. ഫലസ്തീൻ സലഫികൾക്ക് അവകാശപ്പെട്ടതാണ്, അത് ഷിയാക്കൾക്ക് അവകാശപ്പെട്ടതല്ല. സലഫികളെ കയ്യിലേക്ക് വരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തന്ത്രങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത് മുഴുവനും. നാളെ ഒരു നാൾ സൗദി അറേബ്യന്റെ കയ്യിൽ, ആലു സൗദിന്റെ കയ്യിൽ പരിശുദ്ധ മക്കയും മദീനയും നൽകി അഹ്ലുസ്സലഫിന്റെ കയ്യിലേക്ക് മക്ക മദീന കൊടുത്തതുപോലെ ഫലസ്തീനും കൂടി അഹ്ലുസ്സലഫിന്റെ കയ്യിലേക്ക്, സലഫികളുടെ കയ്യിലേക്ക്, അഹ്ലുസുന്നയുടെ കയ്യിലേക്ക് വരാൻ ചരിത്രത്തെ പാകപ്പെടുത്തുകയാണ് അല്ലാഹു തആല. കാത്തിരുന്ന് കാണാമായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെട്ടതിന്റെ പൊരുൾ. നമുക്ക് ഇൻഷാ അല്ലാഹ് തുടരാം. എങ്ങോട്ടാണ് ചരിത്രത്തിന്റെ പോക്ക് എന്ന് അല്ലാഹു അറിവിൽ ഒരുപാട് ബർക്കത്ത് ചെയ്തു തരട്ടെ. അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും നസീബാക്കി തരട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ചരിത്രത്തിൻ്റെ നാലാം ഖണ്ഡം, നാലാം അധ്യായം, ആദമു തൊട്ട് നൂഹ് നബി വരെ 1-ാം അധ്യായം, നൂഹ് നബി തൊട്ട് ഇബ്രാഹിം നബി വരെ 2-ാം അധ്യായം, ഇബ്രാഹിം തൊട്ട് ആലി ഇമ്രാന്റെ ചരിത്രം വരെ 3-ാം അധ്യായം, അഷ്റഫുൽ ഖൽഖോടുകൂടി ഖിയാമത്ത് നാൾ വരെ 4-ാം അധ്യായം, അവസാനത്തെ അധ്യായം. അതിനുവേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത് മുഹറം മാസത്തെയാണ്. മുഹറം മാസത്തിന്റെ ഓർമ്മകൾ അതാണ്. ഇപ്പോൾ നാം ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. വളരെ സമയം പരിമിതമാണ്, വാക്കുകൾ വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. വിശദമായി പറയാതെ കാര്യങ്ങൾ മനസ്സിലാകുകയുമില്ല. അതാണ് സംഭവം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറേശ്ശെ നമുക്ക് മനസ്സിലാക്കാം. മരിക്കുന്നത് വരെ നമുക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇതേ തൗഹീദ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മരിക്കാം. ആ തൗഹീദുമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് കണ്ടുമുട്ടുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. മുഹറം മാസം ഇന്ന് മാസപ്പിറവി ഇവിടെ കണ്ടോ ഇല്ലോ, ആരുടെയെങ്കിലും ഓഫീസിന് മുമ്പിൽ കണ്ടോ ഇല്ലോ നമ്മൾ അറിയില്ല. സൗദിയിൽ മാസം കാണുകയും ഇന്നലെ 1-ആയി പ്രഖ്യാപിക്കുകയും ഇന്ന് 2 തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മാസം കണ്ടു എന്ന ആധികാരികമായി അവിടുത്തെ അൽ മഹ്കമത്തുൽ ഉല്യ സുപ്രീം കോർട്ട് പ്രഖ്യാപിക്കുകയും അത് ലോകം മുഴുവനും വിചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ പരിഗണിച്ചുകൊണ്ട് നോമ്പ് പെരുന്നാളുകളെ ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് ആ വഴിക്ക് സഞ്ചരിക്കാം. മറിച്ച് ഇവിടെ എപ്പോഴാണ് കണ്ടത്, കണ്ടോ ഇല്ലേ, അതിനെപ്പറ്റി വല്ല ചർച്ചകളും നടന്നോ, ഇനി മുഹറം 10-ന്റെ തലേന്നായിരിക്കോ കാണുക, ഇനി എവിടെ കണ്ടിട്ടാണ് തീരുമാനിക്കാതൊന്നും നമുക്കറിയില്ല. ആ വഴിക്ക് സഞ്ചരിക്കുന്നവർക്ക് അങ്ങനെ എങ്ങനെയായാലും ശരി, മുഹറം 1 ഇന്ന് 2 ഔദ്യോഗികമായി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ ഇന്ന് എത്രയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ആ പറയേണ്ടവർ പറയുന്നത് വരെ, പറയേണ്ടവർ പറയുന്നത് വരെ കാത്തിരിക്കുക. ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മക്കയെ പരിഗണിച്ച് നോമ്പും പെരുന്നാളുമാക്കുന്നവനാണ്. മക്കയിൽ മാസപ്പിറവി കണ്ടാൽ അത് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിക്കാൻ മദീനയിൽ എനിക്കൊരു ഷെയ്ഖുണ്ട്. ആ ഷെയ്ഖ് 3-4 വർഷമായി എന്നെ അറിയിക്കും. മാസം കണ്ടിട്ടുണ്ട്, മഹ്കമത്തുൽ ഉല്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന്. അതനുസരിച്ച് വ്യക്തിപരമായി ഞാൻ അമൽ ചെയ്യും. ഞാൻ അമൽ ചെയ്യാൻ ഉപയോഗിക്കും. മറ്റാരോടും ഞാൻ ആരുടെയും ഒരു വക്താവല്ല, ഒരു സംഘടനന്റെ വക്താവല്ല, ഒരു സംഘടനന്റെയും ഏജന്റും അല്ല, ഒരു സംഘടനന്റെയും ഒന്നുമല്ല. ഞാൻ അള്ളാഹുവിന്റെ ദീൻ ഇങ്ങനെ പറയും. അത് പറയാൻ സൗകര്യപ്പെടുത്തി തരുന്നവരും ആദർശപരമായി യോജിക്കാൻ പറ്റുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തോടൊപ്പം ഞാൻ കൂടും. അവരെ വെച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നാണ് നോമ്പ്, ഇന്നാണ് പെരുന്നാൾ, നാളെയാണെന്ന് മാല അവരോട് പറയാൻ എനിക്ക് ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്റെ കാര്യത്തിൽ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു സംഘടനന്റെയും മുഖല്ലിദല്ല. ഞാൻ തഖ്ലീദ് ഇഷ്ടപ്പെടുന്നില്ല. സംഘടനയെ തഖ്ലീദ് ചെയ്തവർക്ക് സംഘടനന്റെ പിന്നാലെ പോകാം, അല്ലാത്തവർക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യാൻ അതിന്റെ വകുപ്പുകൾ ഉലമായിൽ നിന്ന് പഠിച്ചു മുന്നോട്ട് പോകാം. എന്തു തന്നെയായിരുന്നാലും ശരി, അടുത്ത വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ മുഹറം 10 സാക്ഷ്യമാകാൻ പോകുന്നത് ഒരു ഭയങ്കരമായ ചരിത്ര സംഭവത്തിന്റെ തുടർച്ചയാണ് എന്ന് നാം മനസ്സിലാക്കണം. മുഹറം 1 മുതൽ നോമ്പ് നോക്കാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഫ്ളു സിയാമി ശഹ്റു റമളാൻ, അഫ്ളു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം, ഇഷ്ടപ്പെട്ട നോമ്പ് മുഹറം മാസത്തിന്റെ നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ ആശുറായിന്റെ നോമ്പ് നോക്കുന്നു. ജൂതന്മാരും ആശുറായിന്റെ നോമ്പ് നോക്കുന്നു. അവരും ആ നോമ്പ് നോക്കുന്നവരാണ്. കാരണം ജൂതന്മാർക്കും ചരിത്രപരമായ ഒരധ്യായം മുഹറം മാസവുമായിട്ടുണ്ട് എന്നത് ഖുർആനും സുന്നത്തും നമ്മൾക്ക് വിശാലമായി പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആ വഴിക്കൊക്കെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. റസൂലുള്ളാഹി തങ്ങൾ അവർ നോമ്പ് നോക്കുന്നു എന്നറിഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, എന്നാൽ അവർ ഒരു നോമ്പാണെങ്കിൽ നമുക്ക് 2 നോമ്പ് നോക്കാം. ജൂതന്മാരെ പോലെ ഏതായാലും ആകാൻ പറ്റൂല അമലിന്റെ വിഷയത്തിൽ. ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസി, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9ന്റെ നോമ്പ് ഞാൻ നോക്കുമെന്ന്. അങ്ങനെ അഷ്റഫുൽ ഖൽഖിന്റെ വാക്കുകൊണ്ട് മുഹറം 9 കിട്ടി. അഷ്റഫുൽ ഖൽഖിന്റെ പ്രവൃത്തി കൊണ്ട് മുഹറം 10 കിട്ടി. മുഹറം 1 മുതൽ 10 വരെ അതും അഷ്റഫുൽ ഖൽഖിന്റെ വാക്കുകൊണ്ട് കിട്ടി. തീർച്ചയായും 9, 10 ഗൗരവമായി എടുക്കുകയും ആ മുഹറം മാസത്തെ ചരിത്രത്തിന്റെ ഭാഗമായി പരിഗണിക്കുകയും നാം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തൗഹീദ് മുഹറവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ സംഭവബഹുലമായ ചരിത്രം എന്താണെന്ന് അറിയാൻ നാം കാത്തിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയട്ടെ.
നമ്മിൽ നിന്ന് മരിച്ചുപോയവരോട് അല്ലാഹു റഹ്മ കാണിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്നവർക്ക്, രോഗികൾക്ക് അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു മരിച്ചുപോയവര് അല്ലാഹുവിന്റെ മുമ്പിലാണ്. അവരൊന്നിക്കൽ അള്ളാഹുവിനോട് അടുത്തവരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അകന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് മരിച്ചുപോയവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയും ചെയ്യട്ടെ. രോഗികൾ, കുട്ടികളായ രോഗികൾ, വലിയവരായ രോഗികൾ, വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ പലരും ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട്. യാ അല്ലാഹ്, നിന്റെ ഖുദ്റത്ത് കൊണ്ട് അസ്ബാബുകളെ പരിഗണിക്കാതെ അവർക്ക് നീ ശിഫാ നസീബാക്കി കൊടുക്കണേ അല്ലാഹുവേ. നാം മരിച്ചു മണ്ണിലേക്ക് എത്തുമ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ, അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ന്യൂനപക്ഷത്തോടൊപ്പം ചേരാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിനു മുമ്പ് അത് പൂർത്തിയാക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ വഖാല മുഖ്ബിറൻ വആമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وآله وصحبه وسلم. اللهم نشر خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والزوار صادرين والدين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.